ഹായ് എല്ലാ PSC ഉദ്യോഗാർത്ഥികളെയും നമ്മുടെ 19ാമത്തെ റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മലയാളത്തിൻ്റെ 19ാമത്തെ റിവിഷൻ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. 18 എണ്ണം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ 10 ഹെഡിങ് ആയിട്ടാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. എന്തൊക്കെയാണ് പഠിക്കുന്നത് നമുക്ക് നോക്കാം. തൂലികാനാമങ്ങൾ, 3 തൂലികാനാമങ്ങൾ നമ്മൾ ഇന്ന് റിവൈസ് ചെയ്ത് പോകുന്നുണ്ട്. ടി ഉബൈദ്, അബ്ദുൾ റഹ്മാൻ, ആയിഷ മേനോൻ, കെ ശ്രീകുമാർ, മൂലൂർ എസ് പത്മനാഭ പണിക്കർ. ടി ഉബൈദ്, അബ്ദുൾ റഹ്മാൻ, ആയിഷ മേനോൻ, കെ ശ്രീകുമാർ, മൂലൂർ എസ് പത്മനാഭ പണിക്കർ. വിശേഷണങ്ങൾ നമ്മൾ 2 വിശേഷണങ്ങളാണ്, 2 പേരുടെ വിശേഷണങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. കേരള തുളസീദാസ്, വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. കേരള സ്കോട്ട് CV രാമൻപിള്ള. കേരള തുളസീദാസ്, വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്, കേരള സ്കോട്ട് CV രാമൻപിള്ള. അങ്ങനെ 2 വിശേഷണങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. തൂലികാനാമങ്ങൾ 3 എണ്ണം പഠിച്ചു കഴിഞ്ഞു. അടുത്തതാണ് പദശുദ്ധി. കൃത്യമായ വാക്കുകൾ നമ്മൾ കാണാതെ എഴുതി പഠിക്കണം. കിട്ടുന്ന വാക്കുകളൊക്കെ കൃത്യമായിട്ട് പഠിക്കണം. പ്രാരബ്ധം, കൃത്യനിഷ്ഠ, അതിർത്തി, അധ്യാപകൻ, മഞ്ചരി, കർക്കടകം. ഇതുപോലെ എഴുതുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അക്ഷരങ്ങൾ തെറ്റാതെ പഠിച്ചെടുക്കുക. അറിയാൻ വയ്യാത്തത് എഴുതി വെക്കുക, അറിയാവുന്നത് വിട്ട് കളഞ്ഞേക്കുക. വിശേഷണങ്ങൾ: കേരള സൂർദാസ്, പൂന്താനം നമ്പൂതിരി, കേരള പാണിനി, AR രാജരാജവർമ്മ, കുട്ടനാടിൻ്റെ കഥാകാരൻ, തകഴി ശിവശങ്കരപിള്ള. പദശുദ്ധി നമ്മൾ 6 എണ്ണം പഠിച്ചിട്ടുണ്ട്. 6 എണ്ണം കൃത്യമായിട്ട് പഠിച്ചെടുക്കണം. വിശേഷണങ്ങൾ 3 എണ്ണം നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ് ഒന്നുകൂടെ നോക്കാമല്ലോ. കേരള സൂർദാസ്, പൂന്താനം നമ്പൂതിരി, കേരള പാണിനി, AR രാജരാജവർമ്മ, കുട്ടനാടിൻ്റെ കഥാകാരൻ, തകഴി ശിവശങ്കരപിള്ള. അടുത്തതാണ് ആത്മകഥകൾ. സോപാനം, ഞെരളത്ത് രാമപൊതുവാൾ, എൻ്റെ കഥ, മാധവിക്കുട്ടി, എൻ്റെ ജീവിതകഥ, AK ഗോപാലൻ, ജീവിത സ്മരണകൾ, EV കൃഷ്ണപിള്ള. അങ്ങനെ പ്രധാനപ്പെട്ട 4 ആത്മകഥകൾ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. സോപാനം, ഞെരളത്ത് രാമപൊതുവാൾ, എൻ്റെ കഥ, മാധവിക്കുട്ടി, എൻ്റെ ജീവിതകഥ, AK ഗോപാലൻ, ജീവിത സ്മരണകൾ, EV കൃഷ്ണപിള്ള. പഴഞ്ചൊല്ലുകൾ. 2 പഴഞ്ചൊല്ലാണ് നമ്മൾ ഇന്നത്തെ റിവിഷൻ ക്ലാസ്സിൽ പഠിക്കുന്നത്. എ ഹണി ടങ്, എ ഹേർട്ട് ഓഫ് ഗാൾ. മുമ്പേ ചിരിക്കും, പിമ്പേ കത്തിവയ്ക്കും. 1 ലൈ ലീഡ്സ് ടു അനദർ. ഒരു കള്ളം മറ്റൊന്നിലേക്ക് നയിക്കും. പ്രധാനപ്പെട്ട 2 പഴഞ്ചൊല്ലുകളാണ് നമ്മൾ ഇന്ന് റിവൈസ് ചെയ്തത്. നന്നായി പഠിക്കുക. അതുപോലെ തന്നെ 2 തർജ്ജമ നമ്മുടെ ഇന്നത്തെ റിവിഷൻ ക്ലാസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓഫ് ദ ടോപ്പ് ഓഫ് യുവർ ഹെഡ്, മുന്നൊരുക്കം കൂടാതെ തത്സമയം പറയുക. ടു ഫേസ് ദ മ്യൂസിക്, ശിക്ഷ ഏറ്റുവാങ്ങുക. അങ്ങനെ പ്രധാനപ്പെട്ട 2 തർജ്ജമകൾ നമ്മൾ ഇന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞു. ഓഫ് ദ ടോപ്പ് ഓഫ് യുവർ ഹെഡ്, മുന്നൊരുക്കം കൂടാതെ തത്സമയം പറയുക. ടു ഫേസ് ദ മ്യൂസിക്, ശിക്ഷ ഏറ്റുവാങ്ങുക. അർത്ഥം. 3 അർത്ഥങ്ങളാണ് നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഉർവി, ഭൂമി, രതനം, പല്ല്, രാടി, പക്ഷി. 3 എണ്ണമേ പഠിക്കുന്നുള്ളൂ. അത് നന്നായിട്ട് പഠിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പഠിച്ചെടുക്കണം. നാളത്തേക്കിന് വെക്കരുത്. നമ്മൾ അടുത്ത ദിവസത്തേക്കിനുള്ളത് നമ്മൾ അടുത്ത ദിവസം തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. നന്നായി പഠിച്ചെടുക്കുക. കവിവാക്യം. സഹതപിക്കാത്ത ലോകമേ എന്തിലും സഹകരിക്കുന്ന ശാരദാകാശമേ. ഇടപ്പള്ളിയുടെ മണിനാദത്തിൽ നിന്നെടുത്തിട്ടുള്ള കവിവാക്യമാണ് നമ്മൾ ഇന്ന് റിവൈസ് ചെയ്തത്. സഹതപിക്കാത്ത ലോകമേ എന്തിലും സഹകരിക്കുന്ന ശാരദാകാശമേ. മണിനാദം, ഇടപ്പള്ളിയുടെ മണിനാദം. അർത്ഥവ്യത്യാസം 4 എണ്ണം പഠിക്കുന്നുണ്ട്. ലോഭം, കുറവ്, ലോഭം, പിശുക്ക്. വല്ലകി, വീണ, വല്ലവി, കോപശ്രീ. പ്രധാനപ്പെട്ട 2 സെറ്റായിട്ട് നമ്മൾ പഠിച്ചത് അർത്ഥവ്യത്യാസങ്ങളാണ്. നമ്മൾ നന്നായിട്ട് പഠിക്കുവാണെങ്കിൽ ഇന്നൊരു ഏകദേശം 30ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു. 10 ഹെഡിങ് ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പോകുന്നത്. നന്നായി പഠിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുവരെ നമ്മൾ 18 റിവിഷൻ ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇന്ന് 19ാമത്തെ റിവിഷൻ ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരു 10 മിനിറ്റ് മാക്സിമം പോയാൽ ഒരു അരമണിക്കൂർ മെനക്കെടുവാണെങ്കിൽ ഇത്രയും പോർഷൻ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. കാരണം ഇംഗ്ലീഷും കണക്കും സയൻസ് മറ്റുള്ള ഹിസ്റ്ററി എല്ലാം പഠിക്കാൻ കിടക്കുന്നതോടൊപ്പം തന്നെ മാത്സ് ഒരുപാടുണ്ട് പഠിക്കാൻ. എല്ലാ സബ്ജക്റ്റും ഉണ്ട്, കറണ്ട് അഫെയർസ് ഉണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ മലയാളത്തിൻ്റെ 10 മാർക്ക് നമുക്ക് സ്കോർ ചെയ്ത് പോകണം. മലയാളം നമുക്ക് ലാസ്റ്റ് പഠിക്കാം എന്നൊക്കെ പറഞ്ഞു തള്ളി എളുപ്പമാണല്ലോ. ചിലർക്ക് അത് എളുപ്പമുള്ള വിഷയമാണ്, നമുക്ക് പിന്നത്തേക്കിന് വയ്ക്കും. പക്ഷേ പിന്നെ നമുക്ക് നോക്കാനുള്ള സമയമോ ഒന്നും കിട്ടിയെന്ന് വരില്ല. അപ്പം നമ്മളിത് ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ പഠിച്ചു പോവുകയാണെങ്കിൽ മലയാളത്തിൻ്റെ 10 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നാണ് ഒരു വിശ്വാസം. നന്നായിട്ട് പഠിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ 10 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യണം. 10 മാർക്കിൽ ഒരു 9 മാർക്കെങ്കിലും നമുക്ക് കിട്ടണം. അതിനുവേണ്ടി നമ്മൾ 10 മാർക്കിൻ്റെ പോർഷനാണ് നമ്മൾ പഠിക്കുന്നത്. കംപ്ലീറ്റ് ആക്കണം നമ്മുടെ ഈ സിലബസ്. എല്ലാവരും അതിനനുസരിച്ച് മുന്നോട്ട് പോകണം.
ഒന്നാമത്തെ റിവിഷൻ ക്ലാസ് തൊട്ട് അറ്റൻഡ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഇടയ്ക്കൊന്ന് എടുത്ത് റിവൈസ് ചെയ്ത് നോക്കണേ. നമ്മുടെ ചാനലിലുണ്ട്. നന്നായിട്ട് പഠിക്കുക. എല്ലാവരും ആഗ്രഹിച്ച ജോലി നേടുവാൻ സാധിക്കട്ടെ. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നമുക്ക് അടുത്ത ദിവസം അടുത്ത ഒരു റിവിഷൻ ക്ലാസ് 20ാമത്തെ റിവിഷൻ ക്ലാസ് നമുക്ക് അറ്റൻഡ് ചെയ്യാം. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.